നമ്മൾ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ദിവസം അവരെക്കുറിച്ച് കേൾക്കുകയാണ് അവർ വലിയൊരു രീതിയിലുള്ള ക്രൂര കൃത്യം അവർ ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയം വളരെയധികം ആശ്ചര്യവും, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരിങ്ങനെ, അല്ലെങ്കിൽ അവരങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പിന്നെ എന്താണ് അതിന് പിറകിലുള്ള കാരണം എന്നിങ്ങനെ വളരെ വലിയ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളോ, അല്ലെങ്കിൽ വലിയ രീതിയിൽ മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ടു പോകുന്ന ഒരാളോ, ഒരു റേപ്പ് കേസിൽ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്ന ഒരാളോ ഒന്നും ആകുന്നതല്ല. അയാൾ എത്രയോ നാളുകൾക്ക് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടുകാരെല്ലാവരും, അല്ലെങ്കിൽ ഇത്തരം കേസുകളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ എത്രയോ നാളുകൾക്ക് മുമ്പ് അയാൾ ഇതുമായി സാമ്യമുള്ള പല കാര്യങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുകയും ചെയ്ത് നോക്കിയിട്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10-18 വയസ്സ് ഒക്കെ പ്രായമുള്ള ഒരു പയ്യൻ വലിയ രീതിയിൽ മുടിയൊക്കെ വളർത്തി നടക്കുകയാണ്. എല്ലാവരും അവനെ ക്രൂശിക്കുന്നുണ്ട്, പക്ഷേ അവൻ അത് തന്നെ ഫോളോ ചെയ്യുകയാണെന്ന് വെക്കാം. അപ്പോൾ എല്ലാവരും പറയും അവന് പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, അവൻ ചെറുപ്പത്തിലൊക്കെ വളരെ അനുസരണയുള്ള ഒരാളായിരുന്നു, പെട്ടെന്നൊരു ദിവസമാണ് അവനിങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അവൻ മുടി വെട്ടാണ്ട് നടക്കുന്നത് ഈ അടുത്താണ്, അവൻ എന്താ ഇങ്ങനെയെന്ന്, അവനിൽ സ്വഭാവത്തിൽ വളരെ വ്യത്യാസമുണ്ട്, അവനെ എതിർക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കുട്ടിയെ പെട്ടെന്നൊരു ദിവസം തോന്നിയതാണ് ഈ കാര്യം? ഒരിക്കലും അല്ല. അവൻ ചെറിയ കുട്ടിയായിരിക്കും മുതലേ, അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് തന്നെ അവൻ ഇത്തരത്തിൽ വളരെ വലിയ മുടിയുള്ള ആൾക്കാർക്ക് കിട്ടിയ അറ്റൻഷൻ, അല്ലെങ്കിൽ അവൻ്റെ റോൾ മോഡലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവത്തിലുള്ള ആൾക്കാർക്ക് പലർക്കും ഇത്തരത്തിൽ വലിയ മുടി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരാളുടെ മുടി ഇത്തരത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ പോലും അറിയാതെ പല കാരണങ്ങളും ആ ഒരു മുടി നീട്ടി വയ്ക്കുന്നതിന് പിറകിലുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചുറ്റുപാട് തൻ്റെ കുടുംബത്തിലില്ല, തൻ്റെ നാട്ടിലില്ല എന്നൊന്നും പറഞ്ഞിട്ട് അവനിൽ ഇത് എങ്ങനെ വന്നു എന്ന് ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല. ഒരാളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നു, ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ അയാൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനെല്ലാം ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് പലതാണ്. അതൊരിക്കലും തന്നെയും ഒരു ജനറ്റിക് പരമായിട്ടോ, അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ എങ്ങനെ, അയാളുടെ നാട്ടുകാരെങ്ങനെ, അയാൾ പഠിച്ച സ്കൂളിലുള്ള കുട്ടികളെങ്ങനെ, അധ്യാപകരെങ്ങനെ എന്ന് മാത്രം ആശ്രയിച്ചിട്ടല്ല. അയാൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, ഗെയിം, ഫിലിംസ്, അയാൾ കാണുന്ന ഫിലിം എല്ലാം ഇതിനെ ആശ്രയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഒത്തിരി ഗെയിമുകൾ, ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ കൊന്ന് വീഴ്ത്തുന്ന ഒത്തിരി ഗെയിമുകളുണ്ട് അല്ലേ? ഒത്തിരി വയലൻസ് നിറഞ്ഞിട്ടുള്ള ഫിലിമുകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അതിലെ നായകന്മാർക്ക് താരപരിവേഷമാണ്. അവർ ഈ കൊന്നു തള്ളുന്നതൊന്നും യാതൊരു പ്രശ്നമുള്ള ഒരു കാര്യമില്ല, അത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലും വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു സാഹചര്യത്തിലും ഇതുപോലെ ചെയ്തുകൂടാ എന്ന് അയാൾ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരാൾ കുറ്റവാളിയാകുന്നതിന് നമ്മൾ ഓരോരുത്തരും തന്നെയും അതിന് ഉത്തരവാദികളല്ലേ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ യുവതലമുറ ഉപയോഗിക്കുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ആൽക്കഹോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും കൂടെയുള്ള ആൾക്കാർക്ക്. പക്ഷേ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ ഇന്ന് വളരെ സുലഭമായിട്ട് ചെറിയ കടകളിലും പല രീതിയിലും മിഠായികളായിട്ടും വളരെ ചീപ്പായിട്ട്, അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും ചിലപ്പോൾ അത് അറിയണമെന്നില്ല, പക്ഷേ വലിയ രീതിയിലുള്ള ഇതിൻ്റെ ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലിയതായിരിക്കും. അതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നടുക്കുന്ന ഒരു വാർത്തയായിരിക്കും പെട്ടെന്നൊരു ദിവസം കേൾക്കുന്നത്. നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾക്കും നമ്മൾ ഓരോരുത്തരും തന്നെയും അറിഞ്ഞും അറിയാതെയും പങ്കാളികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.